പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 101.101 ടു ഡെസിമൽ. ഇതാണൊരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് കൺവേർട്ട് ദിസ് നമ്പർ ടു ഡെസിമൽ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ബേസ് 2 ആണ്. അപ്പോൾ 2 റൈസ് ടു 0, 2 റൈസ് ടു 1, 2 റൈസ് ടു 2, 2 റൈസ് ടു 3, 2 റൈസ് ടു 4. പോയിൻറ്റിൻ്റെ അപ്പുറത്ത് 2 റൈസ് ടു -1, 2 റൈസ് ടു -2, 2 റൈസ് ടു -3. ഇനി എഴുതുമ്പോൾ 1 ഇൻറ്റു 2 റൈസ് ടു 4 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 3 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 2 പ്ലസ് 0 ഇൻറ്റു 2 റൈസ് ടു 1 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 0 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു -1 പ്ലസ് 0 ഇൻറ്റു 2 റൈസ് ടു -2 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു -3. അപ്പോൾ ഇവിടെ ഇത് വരുന്നത് 1 ഇൻറ്റു 16 ആണ് വരിക, പ്ലസ് 1 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1/2 പ്ലസ് 0 പ്ലസ് 1/8. So that is equal to 16 plus 8 plus 4 plus 0 plus 1 plus 0.5 plus 0 plus 0.125. ഇത് ആഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 29.625 ടു ദ ബേസ് 10. അപ്പോൾ ഇതാണ് ഒരു ബൈനറി കൺവേർഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒക്ടലിനെ കൺവേർട്ട് ചെയ്യാനാണ്. അതായത് 231.45 ടു ദ ബേസ് 8നെ ഡെസിമൽ ആക്കണം, ടു ഡെസിമൽ. ഓക്കെ, അപ്പോൾ ബേസ് 8 ആണ്. ഇതിൻ്റെ വെയിറ്റ് 8 റൈസ് ടു 0, 8 റൈസ് ടു 1, 8 റൈസ് ടു 2. ഇവിടെ 8 റൈസ് ടു -1, 8 റൈസ് ടു -2. അപ്പോൾ എങ്ങനെ വരിക? ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ വരിക? 2 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 8 റൈസ് ടു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 8 റൈസ് ടു -1 പ്ലസ് 5 ഇൻറ്റു 8 റൈസ് ടു -2. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 2 ഇൻറ്റു 8 ഇൻറ്റു 8 64 പ്ലസ് 3 ഇൻറ്റു 8 പ്ലസ് 1 പ്ലസ് 4/8 പ്ലസ് 5/64. അപ്പോൾ അതെത്ര വരുന്നത്? 128 പ്ലസ് 24 പ്ലസ് 1 പ്ലസ് 4/8 വരിക 1/2 ആയിട്ട് തന്നെ വരും. അതായത് 0.5 പ്ലസ് 0.07815. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക കേട്ടോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 153.578125 ടു ദ ബേസ് 10. ഓക്കെ, ഇപ്പോൾ 2 ക്വസ്റ്റ്യനായി. ഇനി നമുക്ക് ഹെക്സാഡെസിമലിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 നമുക്ക് നോക്കാം. ഓക്കെ, AB6 ടു ദ ബേസ് 16നെ ഡെസിമലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 16 ആണ് ബേസ്, ഇവിടെ പോയിൻ്റ് ഇല്ല. അപ്പോൾ 16 റൈസ് ടു 0, 16 റൈസ് ടു 1, 16 റൈസ് ടു 2. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു A ഇൻറ്റു 16 സ്ക്വയർ പ്ലസ് B ഇൻറ്റു 16 റൈസ് ടു 1 പ്ലസ് 6 ഇൻറ്റു 16 റൈസ് ടു 0. A എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു 16 ഇൻറ്റു 16 256 ആയിട്ട് വരും. പ്ലസ് B എന്ന് പറയുന്നത് 11 ആണ്. 11 ഇൻറ്റു 16 പ്ലസ് 6 ഇൻറ്റു 16 റൈസ് ടു 0 1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 256 പ്ലസ് 16 ഇൻറ്റു 11 എന്ന് പറയുന്നത് 176 ആയിട്ട് വരുന്നത്, പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2742 ടു ദ ബേസ് 10.
ഇങ്ങനെയാണ് ഒരു ഹെക്സാ ഡെസിമലിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3A 9E point B 16 to decimal. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം എന്താ, ഇവിടെ 16 റൈസ് ടു 0, 16 റൈസ് ടു 1, 16 റൈസ് ടു 2, 16 റൈസ് ടു 3. ഈ സൈഡിൽ 16 റൈസ് ടു -1. അപ്പോൾ 3 ഇൻറ്റു 16 റൈസ് ടു 3 പ്ലസ് A ഇൻറ്റു 16 റൈസ് ടു 2 പ്ലസ് 9 ഇൻറ്റു 16 റൈസ് ടു 1 പ്ലസ് E ഇൻറ്റു 16 റൈസ് ടു 0 പ്ലസ് B ഇൻറ്റു 16 റൈസ് ടു -1. So that is equal to 3 into 16 raised to 3 എന്ന് പറയുന്നത് 4096 ആണ് വരിക. 16 into 16 is 16 പ്ലസ് എ എന്ന് പറയുന്നത് 10 into 256 പ്ലസ് 9 into 16 പ്ലസ് ഇ എന്ന് പറയുന്നത് എ 10 ആണ്, ബി 11, സി 12, ഡി 13. അപ്പോൾ ഇ 14 ആണ് വരിക. 14 into 1 പ്ലസ് ബി എന്ന് പറയുന്നത് 11/16. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12288 പ്ലസ് 256 ഇൻറ്റു 0 പ്ലസ് ഇൻറ്റു 0 അല്ല 2560, 9 ഇൻറ്റു 16 144 പ്ലസ് 14 ഇൻറ്റു 1 14 പ്ലസ് 11/16 എന്ന് പറയുന്നത് 0.6875. That is equal to 15006.6875. ഇതാണ് അതിൻ്റെ ഡെസിമൽ വാല്യൂ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 27AD.9B ടു ദ ബേസ് 16 നമുക്ക് ഡെസിമലാക്കാം. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഇവിടെ 16 റൈസ് ടു 0, 16 റൈസ് ടു 1, 16 റൈസ് ടു 2, 16 റൈസ് ടു 3. ഇവിടെ 16 റൈസ് ടു -1, 16 റൈസ് ടു -2. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 ഇൻറ്റു 16 റൈസ് ടു 3 പ്ലസ് 7 ഇൻറ്റു 16 റൈസ് ടു 2 പ്ലസ് എ ഇൻറ്റു 16 റൈസ് ടു 1 പ്ലസ് ഡി ഇൻറ്റു 16 റൈസ് ടു 0 plus 9 into 16 raised to -1 plus b into 16 raised to -2. So that is equal to 2 into 4096 plus 7 into 256 plus 10 into 16 plus d എന്ന് പറയുന്നത് 13 ആണ്, 13 ആണ്, 13 into 1 plus 9/16 plus 11/256. So that is equal to ഇവിടെ വരിക 8192 ആണ് പ്ലസ് 7 ഇൻറ്റു 256 എന്ന് പറയുന്നത് 1792. ഇവിടെ 160 പ്ലസ് 13 പ്ലസ് 0.5625 പ്ലസ് 0.04296. ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 10157.60546 ടു ദ ബേസ് 10. അപ്പം ഇങ്ങനെയാണ് പല കൺവേർഷനും. അപ്പോൾ നമ്മൾ ഏത് ബേസിലത്തെ നമ്പറിനെ ഡെസിമൽ ആക്കാനുള്ള മെത്തേഡാണ് പഠിച്ചത്. ബേസ് ഏതും ചോദിക്കുക. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് 2ഉം 8ഉം 16 ആണ്. വേറെ നമ്പർ കൊടുക്കുകയാണെങ്കിലും ഈ റൈസ് ടു എന്നുള്ളതിൻ്റെ ആ ബേസിൻ്റെ ഭാഗം മാറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തണം.